ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിപ്പോൾ മണാലിയിലെത്തിയിരിക്കുകയാണ് ഗായ്സ്. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമ്മൾ ആദ്യം പോയത് ഓൾഡ് മണാലിയിലേക്കാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ആ പട്ടിക്കുട്ടികളൊക്കെ, ഇവിടുത്തെ പട്ടിക്കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്യൂട്ടാണ്. പിന്നെ സാധനങ്ങളായാലും പെയിൻറ്റിങ്സ് ആയാലും ബുക്സ് ആയാലും മാല ആയാലും എല്ലാം ഭയങ്കര ഡിഫറെൻ്റ് ആണ്. റിങ്സ് ആണെങ്കിൽ എനിക്ക് എല്ലാം വാങ്ങാൻ തോന്നി. റേറ്റ് കുഴപ്പമില്ല, പക്ഷേ ചിലതൊക്കെ ഭയങ്കര കൂടുതലാണ്. അങ്ങനെ ഞങ്ങൾ ഓൾഡ് മണാലി എക്സ്പ്ലോർ ചെയ്യുകയാണ് ഗായ്സ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇനി ഞങ്ങളൊരു അമ്പലത്തിൽ വന്നേക്കാണ്. ഇതിൻ്റെ ഉള്ളിൽ വീഡിയോസ് അലൗഡ് അല്ല. ഞാൻ കുറച്ച് ഫുട്ടേജ് അവിടുത്തെ എടുത്തിട്ടുണ്ട്. പിന്നെ അവർ അലൗഡ് അല്ല എന്ന് പറയുമ്പോൾ നമ്മൾ അവരെയും കൂടി റെസ്പെക്ട് ചെയ്യണമല്ലോ. അതുകൊണ്ട് ഞാൻ പിന്നെ ബാക്കിയൊന്നും ഷൂട്ട് ചെയ്തില്ല. അങ്ങനെ നമ്മൾ ഇനി അടുത്ത സ്ഥലങ്ങളിലേക്ക് പോവുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇനിയും വരാനുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ എനിക്ക് ഈ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, ഭയങ്കര ഇഷ്ടമായി. ഞാൻ എന്തായാലും ഒന്നും കൂടി മണാലി പോയിരിക്കും ഗായ്സ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയണം. അപ്പോൾ ഇതൊക്കെയാണ് മണാലി കാഴ്ചകൾ. അപ്പോൾ നമുക്ക് ഇനി കുറേ സ്ഥലങ്ങളിൽ പോകാനുണ്ട്. ഇതാണ് ഓൾഡ് മണാലി. ഇവിടെ പാരാഗ്ലൈഡിങ് പിന്നെ റോപ്പ് വേ എല്ലാം ഉണ്ട്. ഞാൻ അഡ്വഞ്ചർ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ചെയ്തില്ല. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഹിഡംബ ടെമ്പിളിലേക്കാണ്. അവിടെ ചെന്നിട്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, മണാലിയിൽ നിന്ന് കോസ്റ്റ്യൂം എടുത്തിട്ട്, ഇതാണ് ഇവിടുത്തെ ആൾക്കാരുടെ കോസ്റ്റ്യൂം. അപ്പം ഇതിട്ട് ടെമ്പിളിലേക്ക് കയറാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇത് ടെമ്പിളിൻ്റെ ഉള്ളിൽ അലൗഡ് അല്ല. ഇതിന് എത്ര റെൻറ്റ് എന്തോ 50 രൂപ സംതിങ് എന്തോ ഉള്ളൂ. അപ്പം ഞാൻ നല്ല ഭംഗിയില്ല. അപ്പോൾ നമുക്ക് ടെമ്പിളിലേക്ക് കയറുന്ന വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം അതവിടെ അലൗഡ് അല്ല. പിന്നെ നമ്മൾ പോയത് മാൾ റോഡിലേക്കാണ്. അവിടെ ഇങ്ങനെ കുറേ കുട്ടി ഷോപ്പുകളൊക്കെ ഉണ്ട്. നിഞ്ച കത്തി, വൺ പീസിൻ്റെ സ്റ്റാച്യൂസ്, അങ്ങനെ സംഭവങ്ങൾ കുറേ ഉണ്ട്. പിന്നെ ഈ പുള്ളി പെയിൻറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ എനിക്ക് സ്പീഡ് ചെയ്യാനുണ്ട്, ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ പോയത് മഞ്ഞ് കാണാൻ വേണ്ടിയിട്ടാണ് ഗായ്സ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നത് ഓഫ് സീസണിലാറിയതുകൊണ്ട് മഞ്ഞ് ഒട്ടും തന്നെ കണ്ടില്ല. ആ മലയുടെ മണ്ടയ്ക്ക് കുറച്ച് മഞ്ഞിങ്ങനെ പെയ്യണത് കണ്ടോ. അതല്ലാതെ ഞങ്ങൾ മഞ്ഞ് ഒട്ടും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. അതെനിക്ക് വലിയൊരു നഷ്ടമായിട്ട് തന്നെ തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ എന്തായാലും ഒരു വട്ടം കൂടി പോകും. അപ്പോൾ എല്ലാവരും വേഗം സബ്സ്ക്രൈബ് ചെയ്ത് കേട്ടോ. ഇനി കൂടുതൽ ട്രാവലിംഗ് വ്ളോഗ്സ് വരാനുള്ളതാണ്. അപ്പോൾ നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് പോവാം. അടുത്ത സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇപ്പം മണാലി ഫുൾ തണുപ്പാണല്ലോ. പക്ഷെ ഈ ഒരു സ്ഥലത്ത് ചൂടുവെള്ളം മാത്രമുള്ളൂ. അവിടെ നിന്ന് ഉറവ് വഴി ചൂടുവെള്ളം മാത്രം വരുന്നത്. അവിടെയാണ് നമ്മൾ ഇനി പോകാൻ പോകുന്നത്. അപ്പം നമുക്ക് ഇനി അവിടേക്ക് പോകാം. കമോൺ. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കുളുവിലുള്ള മണികരൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ ഫുൾ ഹോട്ട് വാട്ടറാണ്. ഇവിടുത്തെ പൂള് ഹോട്ട് വാട്ടറാണ്. അവിടുന്ന് വരുന്ന വെള്ളം ഹോട്ട് വാട്ടറാണ്. അടിയിൽ നിന്ന് ഉറവ് വഴിയാണ് വരുന്നത്. പിന്നെ ഇവിടെ ഫുഡ് കിട്ടും, ഫ്രീ ഫുഡാണ്. ഇങ്ങനെ അവരുടേതായ തലയിൽ ഇങ്ങനെ ഇത് കെട്ടി കണ്ടോ. ഇതാണ് ഇവിടുത്തെ നേർച്ച. പിന്നെ ഞങ്ങൾ കൂട്ടുകാരൊക്കെ കൂടി വഴി തെറ്റി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോയി. അവിടെ അടിപൊളിയാണ്. നിങ്ങൾക്ക് ഇതിൽ വീഡിയോയിൽ തന്നെ കണ്ട് മനസ്സിലാക്കാൻ പറ്റും. അതാണ് മെയിൻ റോഡ്. അവിടെ നിന്ന് ഓഫ് റോഡ് കയറി വന്നതാണ്. നല്ല രസമായിരുന്നു, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പിന്നെ അവിടെ നിന്ന് തന്നെ വാട്ടർഫാൾ കാണാൻ പറ്റും. അവിടെ മണിക്കരന്നുള്ള വെള്ളം ഇതിൽ കൂടിയാണ് ഒഴുകി പോണേ. അപ്പോൾ അത് കാണാൻ പറ്റും. പിന്നെ വെള്ളത്തിനൊക്കെ ഭയങ്കര ഫോഴ്സാണ്. വീണ് കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, അത്ര ആഴമുണ്ട്, ഫോഴ്സും ഉണ്ട്. പിന്നെ ഇവിടേക്ക് റെസ്ട്രിക്റ്റഡും ആണ്. ഡേഞ്ചർ എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങളൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ നോക്കിയതാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഇങ്ങോട്ട് വന്നു. ബാക്കിയുള്ളവർ അവിടെ നിന്ന് വരുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ വിളിച്ച് പറഞ്ഞു ഇങ്ങോട്ടേക്ക് വാന്നൊക്കെ പറഞ്ഞ്. പിന്നെ ഇതിൽ കൂടി തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ, ഇതിൽ കൂടി തന്നെ ഇവിടെ കുറേ ആൾക്കാർ താമസിക്കുന്നുണ്ട്. ഈ ചെറിയ വഴി കൂടി പോയി ഓരോ വീടുകളിലേക്കൊക്കെ എത്തുമെന്നാണ് എൻ്റെ പ്രഡിക്ഷൻ. കാരണം ഇതിൽ കൂടി ഇവിടെ പശു, കള അങ്ങനെ ഉള്ളതിനൊക്കെ കെട്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ കൂടി എവിടേക്കോ വീടുകളൊക്കെ ഉണ്ട്. പക്ഷെ നേരിട്ട് ഡയറക്റ്റ് നോക്കുമ്പോൾ ഞാനൊന്നും കണ്ടൊന്നുമില്ല. പക്ഷേ ഉള്ളിലേക്ക് ചിലപ്പോൾ പോകുന്നവരുണ്ടാവും എവിടെയെങ്കിലൊക്കെ. ഈ വഴി ഏതെങ്കിലുമൊക്കെ വീട്ടിലേക്കൊക്കെ പോകാൻ പറ്റും. പോസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ വഴി ഭയങ്കര ചെറുതെന്ന് പറഞ്ഞാൽ ഭയങ്കര ചെറുതാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തി. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. മണാലി എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു യാത്ര തന്നെയാണ്. എനിക്ക് പോയതിൽ ഡൽഹി, ഗോവ, മണാലി ഈ 3 സ്ഥലത്താണ് പോയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മണാലിയാണ്. ഞാൻ തീർച്ചയായിട്ടും വീണ്ടും വരും. പിന്നെ ഈ പാലം കിടന്നാണ് ഞങ്ങളിവിടെ എത്തിയത്. അത് ഏത് നിമിഷവും പൊട്ടാറായി നിൽക്കണ പാലമായിരുന്നു. അപ്പോൾ നമുക്കിനി പാലം കയറി അടുത്ത സ്ഥലങ്ങളിലേക്ക് പോകാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ
മണാലി